സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വഴി 1000 രൂപ വീതം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ വെച്ച എല്ലാവരും ഈ വീഡിയോ ശ്രദ്ധിക്കുക. ഈ മാസം മുതൽ 2026 മാർച്ച് മാസം മുതൽ നമുക്കിനി മുടങ്ങാതെ എല്ലാ മാസവും പ്രതിമാസ ധനസഹായമായിട്ട് ഈ പെൻഷൻ തുക എത്തിച്ചേരാൻ പോവുകയാണ്. ആദ്യഘട്ടത്തിൽ 10,18,000 വരുന്ന ആളുകൾക്കാണ് ധനസഹായം കൈമാറിയിരുന്നത്. ഇനി അതും മാറി, അതായത് ബാക്കിയുള്ള അപ്രൂവൽ ലഭിച്ചിട്ടുള്ള എല്ലാവർക്കും ധനസഹായം അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് മാത്രമല്ല, ഇത് കൃത്യമായിട്ട് സേവന സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മളുടെ വിവരങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നമുക്ക് സേവന സൈറ്റിൽ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി സാധിക്കും. സർക്കാർ ഇതൊരു പെൻഷൻ പദ്ധതി, അതായത് വീട്ടമ്മ പെൻഷൻ എന്ന് പറയുന്ന ഒരു സ്കീം നിലവിൽ അവതരിപ്പിക്കുമെന്ന പ്രകടന പത്രികയിലൂടെ അറിയിച്ചിരുന്നു. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത്. സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. ഈ സ്കീമിന് കീഴിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. BPLO ABO റേഷൻ കാർഡ് ആയിരിക്കണം, 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം, മറ്റ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളോ ജോലികളോ ഉണ്ടാവാൻ പാടില്ല. നിലവിൽ വീട്ടമ്മമാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ആദരം എന്നോണമാണ് ഈ പ്രതിമാസ ധനസഹായ പദ്ധതി സർക്കാർ നടപ്പിലാക്കി വരുന്നത്. ആധാർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വെരിഫിക്കേഷനും പരിശോധനയും ഇതിൻ്റെ ഭാഗമായിട്ട് കാണും. അതുമാത്രമല്ല, വർഷാവർഷങ്ങളിൽ ബയോമെട്രിക്കും മസ്റ്ററിങ്ങും കൂടി ഉണ്ടായിരിക്കുന്നതാണ്. മസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്ഷയ സെൻറ്ററിൽ ആധാറുമായിട്ട് എത്തിച്ചേർന്ന ഫിംഗർ പ്രിൻറ്റ് കൃത്യമായിട്ട്, അതായത് ബയോമെട്രിക് മെഷീനിൽ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് യഥാർത്ഥ ഗുണഭോക്താവ് ആധാറുമായിട്ട് കൃത്യമായിട്ട് ഡേറ്റ പങ്കുവെച്ചാണ് ഇതിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്നത്. എങ്കിൽ മാത്രമേ എല്ലാ വർഷങ്ങളിലും ഈ സഹായം മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചവരുടെ എണ്ണം 18 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. 30 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും അപേക്ഷ വയ്ക്കാൻ ഒരുപാട് ആളുകളുണ്ട്. എത്രയും വേഗം അപേക്ഷകൾ കൊടുക്കുക. നമ്മൾ എത്രത്തോളം അപേക്ഷ കൊടുക്കാൻ വൈകുന്നോ അത്രയും മാസത്തെ സഹായം നമുക്ക് മുടങ്ങുകയാണ്, അല്ലെങ്കിൽ പോവുകയാണ്. അപ്പോൾ അത് നഷ്ടമാക്കാതിരിക്കുക. അത് മാത്രമല്ല, പഞ്ചായത്തുകളിൽ നിന്ന് ഇതിൻ്റെ വെരിഫിക്കേഷൻ ഉൾപ്പെടെ സമയമെടുക്കുന്നുണ്ട്. കാരണം ഉദ്യോഗസ്ഥർക്ക് പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൃത്യമായിട്ട് സർക്കാരിൽ നിർദ്ദേശം വരുന്ന ഒരു സമയത്തായിരിക്കും നമ്മളുടെ അപേക്ഷകൾ പരിഗണിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് അപേക്ഷ നമ്മുടെ എത്തിയിരിക്കണം. എങ്കിൽ മാത്രമേ അവരത് കൃത്യമായിട്ട് വാലിഡേറ്റ് ചെയ്ത് അപ്രൂവൽ നൽകുകയുള്ളൂ. അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ മറ്റ് തടസ്സങ്ങളില്ല. അല്ലാത്ത പക്ഷം നമ്മളുടെ അപേക്ഷകൾ നിരസിക്കുകയാണെങ്കിൽ പോലും അത് വേണ്ട തിരുത്തലുകൾ വരുത്തി റീസബ്മിറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. സ്റ്റാറ്റസ് അറിയാൻ പുതിയ സംവിധാനം ഇപ്പോൾ സേവന പെൻഷൻ വെബ്സൈറ്റിലുണ്ട്. സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ തന്നെയാണ് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പെൻഷന് വേണ്ടിയുള്ള സർക്കാരിൻ്റെ സേവന പെൻഷൻ വെബ്സൈറ്റിൽ നമ്മളുടെ പെൻഷനർ ID അല്ലെങ്കിൽ അതറിയത്തില്ലെങ്കിൽ ആധാർ നമ്പർ മതി, നമുക്ക് കൃത്യമായിട്ട് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ധനസഹായം പാഴാക്കാതിരിക്കുക, എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക. ആദ്യഘട്ട വിതരണം ഈ മാസം, അതായത് മാർച്ച് മാസം അവസാന ആഴ്ചകളോടെയാണ് ആരംഭിക്കുന്നത്. 25-ാം തീയതിക്കൊക്കെ ശേഷമായിരിക്കും, അല്ലെങ്കിൽ 25-ാം തീയതിയോടെയായിരിക്കും വിതരണം നടക്കുക. ഈ മാസം മുതൽ മുടങ്ങാതെ ധനസഹായം ഉണ്ട് എന്നാണ് നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത്. തുടർന്ന് അങ്ങോട്ട് എല്ലാ മാസവും സഹായമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യം ലഭിക്കുന്ന എല്ലാവരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്രൂവൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മാസം മുതൽ ധനസഹായമുണ്ട്. പ്രോസസ്സിങ്ങിലൊക്കെ കിടക്കുന്നവരാണെങ്കിൽ നമുക്കത് അപ്രൂവൽ ആകുന്ന മുറയ്ക്ക് ധനസഹായം എത്തുന്നതുമായിരിക്കും. ഇനി അപേക്ഷ വെച്ചിട്ട് ഒരുപാട് നാളായി അപ്രൂവൽ ലഭിച്ചിട്ടില്ല എങ്കിൽ കൃത്യമായിട്ട് കാരണം അത് പഞ്ചായത്തിലൊന്ന് തിരക്കുകയും നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരുടെയും ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതുപോലുള്ള വിവിധ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.